വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ തിയറി പാർട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ വരാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് വൺ ഓഫ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0, അതിൽ ഒരു റൂട്ട് നമുക്ക് തന്നേക്കാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ്, ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ കോംപ്ലക്സിന്റെ, അതായത് ഒരു റൂട്ട് വന്നിട്ട് കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കാം, എപ്പോഴും മറ്റേ റൂട്ട് എന്ന് പറയുന്നത് അതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും. കാരണം എന്താ, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും നേരത്തെ നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോളിനോമിയുടെ റൂട്ടുകൾ ആരൊക്കെയായിരുന്നു? -1 പ്ലസ് √3i/2ഉം മറ്റേത് അതിന്റെ കോൺജുഗേറ്റും അല്ലേ, -1 മൈനസ് √3i/2 ആയിരുന്നില്ലേ, കോൺജുഗേറ്റ് അല്ലേ. അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ. ഒരു റൂട്ട് എന്ന് പറയുന്നത് 1 പ്ലസ് √2i ആണെങ്കിൽ അടുത്ത റൂട്ട് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി അത് 1 മൈനസ് √2i ആയിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന പോളിനോമിയലിന്റെ റൂട്ട് എന്ന് പറയുന്നത് ആൽഫയും ബീറ്റയാന്ന് വിചാരിക്കും. എങ്കിൽ ആൽഫയും ബീറ്റയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് -aയും, അതേപോലെ ആൽഫയും ബീറ്റയും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ബിയും ആണ്. അപ്പൊ റൂട്ടുകളാണ് കേട്ടോ ആൽഫയും ബീറ്റയും. ഇവിടുത്തെ റൂട്ടുകൾ ആരൊക്കെയാ? 1 പ്ലസ് √2iയും 1 മൈനസ് √2iയും. അപ്പോ രണ്ടും കൂടി ആഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 പ്ലസ് √2i പ്ലസ് 1 മൈനസ് √2i ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് എ അല്ലേ കിട്ടുക. ഈ √2i ക്യാൻസൽ ചെയ്താൽ 1 പ്ലസ് 1 2 അല്ലേ. സോ എ ഇസ് ഈക്വൽ ടു -2 കിട്ടി. സിമിലർലി ഇൻറ്റു ചെയ്യും, 1 പ്ലസ് √2iയും ഇൻറ്റു 1 മൈനസ് √2i. ഇത് നമ്മുടെ സെഡിന്റെ സെഡ് ബാർ അല്ലേ. സെഡിന്റെ സെഡ് ബാർ എന്ന് പറയുന്നത് എന്താ? മോഡ് സെഡ് സ്ക്വയർ ആയിരുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് 3 ആണെന്ന് കിട്ടി. അപ്പൊ എ പ്ലസ് ബി കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ എ പ്ലസ് ബി എന്താ വരിക? എ പ്ലസ് ബി എന്ന് പറയുന്നത് -2 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 എത്രയാണ്? 1 ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, 1/z പ്ലസ് 1 രണ്ട് നമുക്ക് തന്നേക്കാണ്. സെഡ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിനകത്ത് ആദ്യം 1/z ഒന്ന് സോൾവ് ചെയ്തെടുക്കാം നമുക്ക്. 1/z ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 1/1 മൈനസ് ഐ മൈനസ് 1/1 പ്ലസ് ഐ. ഇത് നമുക്ക് എങ്ങനെയാ മറ്റേ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് റെഡിയാക്കാൻ അറിയില്ലേ? 1 പ്ലസ് ഐ മൈനസ് 1 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. രണ്ടെണ്ണം നമുക്ക് കിട്ടുമല്ലോ. ഇതിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു എന്തെന്നാണ്? ഐ ആണ്. ഇനി നമുക്ക് 1/z അല്ല ഐ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ z എന്തെന്നാ? 1/i ആയി. നേരെ അതിന്റെ റെസിപ്രോക്കൽ എടുത്തു. ഇതൊന്ന് നമുക്ക് ഭംഗിയാക്കി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഐ കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടാ. അപ്പൊ -i ആൻസർ കിട്ടി. അപ്പൊ z ഈക്വൽ ടു -i ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. ഇനി അടുത്തത് എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു സംതിങ് നമുക്ക് തന്നേക്കാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിനെ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? 2 പ്ലസ് 5y ഡിവൈഡഡ് ബൈ 2 മൈനസ് 5y അല്ലേ. ഇനി നമുക്ക് ഈ എക്സും വൈ നമ്മുടെ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ പോളിനോമി അല്ല സോറി കോംപ്ലക്സ് നമ്പറും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ അറിയോ? നമുക്ക് ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിന്റെ സ്ക്വയർ അല്ല അത്. എങ്കിൽ എനിക്ക് രണ്ട് സൈഡ് മോഡുലസ് എടുക്കാലോ സുഖമായിട്ട്. രണ്ട് സൈഡ് ഞാൻ മോഡുലസ് എടുത്തു. അപ്പൊ ഈ 2 പ്ലസ് 5y ഡിവൈഡഡ് ബൈ 2 മൈനസ് 5y എന്താ? 1 ആ. കാരണം എന്താ? 2 പ്ലസ് 5y എന്ന് പറയുന്നതിന്റെ മോഡുലസ് തന്നെയാണ് 2 മൈനസ് 5y ന്റെ മോഡുലസ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മളുടെ മോഡുലസിന്റെ സ്ക്വയർ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന സംഭവത്തിന്റെ മോഡുലസിന്റെ സ്ക്വയർ നമുക്ക് എന്താന്ന് കിട്ടി? ഇപ്പൊ 1 ആണെന്ന് കിട്ടി. ഇതെങ്ങനെയാ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ടിലാന്നല്ലേ അർത്ഥമുള്ളൂ. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് y square is equal to 1 എന്ന് ആൻസർ കിട്ടി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്തായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇഫ്
മൈനസ് പൈ ലെസ് ദാൻ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ആംഗിൾ കേട്ടാ. ആംഗിൾ ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ലെസ് ദാൻ മൈനസ് പൈ ബൈ ടു അല്ലെ. അപ്പൊ മൈനസ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് എന്താ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ ആംഗിൾ അളക്കുന്നത് എങ്കിൽ ഇത് ഏത് ക്വാഡ്രന്റ് ആയിട്ട് വരും? നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ്. കോംപ്ലക്സ് നമ്പർ എന്താണത്? എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് ഐ ഇൻറ്റു y സ്ക്വയർ പ്ലസ് 4y എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ്? തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്. ഓക്കെ അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിൽ എന്താ പ്രത്യേകത? റിയൽ പാർട്ട്, ദാറ്റ് മീൻസ് എക്സിന്റെ ക്വാണ്ടിറ്റി അല്ലെ. തേർഡ് ക്വാഡ്രന്റിൽ എന്തായിരുന്നു? തേർഡ് ക്വാഡ്രന്റിൽ എക്സിന്റെ വാല്യൂ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. അതേപോലെ വൈന്റെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് നെഗറ്റീവ്, ഇമാജിനറി പാർട്ടും നെഗറ്റീവ്. ശരിയല്ലേ? ഇവിടത്തെ റിയൽ പാർട്ട് എന്താ? എക്സ് സ്ക്വയർ മൈനസ് 3x which is less than 0 അല്ലെ. സിമിലർലി y സ്ക്വയർ പ്ലസ് 4y എന്ന് പറയുന്നതും നമുക്ക് ലെസ് ദാൻ 0 ആണ്. ഇവിടെ നിന്ന് നമുക്കൊന്ന് സോൾവ് ചെയ്തെടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് പറയുന്ന ലെസ് ദാൻ 0 ആവുന്ന റീജിയൻ കണ്ടുപിടിക്കുക. അതേപോലെ y ഇൻറ്റു y പ്ലസ് 4 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആവുന്ന റീജിയൻ കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ആ വാല്യൂ ലെസ് ദാൻ 0 ആവുന്ന റീജിയൺ ഏതാ? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും നെഗറ്റീവ് ആയിട്ട് വരുന്നത്. അതേപോലെ ഇവിടെ പോസിറ്റീവ് ആവുന്നത് ഏതാ? മൈനസ് 4 ലെസ് ദാൻ എക്സ്, ഇവിടെ എക്സ് അല്ല വൈ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 0. ഇതൊക്കെ ആയിരുന്നില്ലേ നമ്മുടെ കാര്യങ്ങള്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? നിങ്ങൾ ഇതിനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0യും കൊടുക്കുക, എക്സ് ഈക്വൽ ടു 3യും കൊടുക്കുക. എന്നിട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 നെഗറ്റീവ് ആവുന്നതല്ലേ. 0ന് മുന്നുള്ള ഒരു വാല്യൂ എടുക്ക്, നിങ്ങൾ -1 എടുക്ക്. എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് പറയുമ്പോൾ അത് എക്സിന് -1 കൊടുക്കുമ്പോൾ നമുക്കിവിടെ -1 അല്ലേ, രണ്ട് സൈഡും നെഗറ്റീവ് അല്ലേ, അപ്പൊ പോസിറ്റീവ് ആയി. എന്ന് പറഞ്ഞാൽ ഈ റീജിയണിൽ പോസിറ്റീവും ഈ റീജിയണിൽ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവും. അപ്പൊ നെഗറ്റീവ് ആവുന്നത് 0 തൊട്ട് 3 വരെ. അതേപോലെ അപ്പുറത്തെ നെഗറ്റീവ് നമ്മൾ കണ്ടുപിടിച്ചതാണ് -4 ലെസ് ദാൻ y ലെസ് ദാൻ 0 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോണേ? എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 1 വരാം, 2 വരാം. ഇതുപോലെ വൈന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇതുപോലെ ഏതൊക്കെ വരാൻ പോണേ? -3 വരാം, -2 വരാം, -1 വരാം. ഇത്രയല്ലേ ചാൻസ് ഉള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പോസിബിൾ നമ്പർ ഓഫ് എക്സും വൈ ചോദിച്ചേക്കണം നമ്മളോട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട് ചാൻസ്, ഇപ്പുറത്ത് 3 ഉണ്ട് ചാൻസ്. അപ്പൊ ടോട്ടൽ ചാൻസ് എത്ര ഉണ്ട്? നമുക്ക് പെയർ ആക്കി എഴുതുമ്പോൾ 6 ചാൻസുകളല്ലേ ഉള്ളേ. സോ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു 1 അല്ലെ. മോഡ് സെഡ് 1 എന്ന ചോദ്യത്തിന്റെ അർത്ഥം ലെങ്ത് 1 ആണ് അല്ലെ. എങ്കിൽ അല്ലെങ്കിൽ ആ നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ് അല്ലെ. എങ്കിൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ട് നമ്മളൊരു റേഡിയസ്, ആ 1ൽ റേഡിയസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർക്കിൾ കിട്ടൂലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഡുലസ് സെഡ് 1 ആണെന്നുണ്ടെങ്കിൽ ആ സെഡ് എവിടെയാണ്? സെഡ് ലൈസ് ഓൺ യൂണിറ്റ് സർക്കിൾ അല്ലേ. യൂണിറ്റ് സർക്കിൾ ആണ്. സെന്റർ നമ്മുടെ ഒറിജിനും ആയിരിക്കും അല്ലെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഡിയസ് 1 അല്ലേ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏകദേശം അത് ഇങ്ങനെ ഉണ്ടാവും. അത് ഇതിന്റെ റേഡിയസ് നമുക്ക് എത്രയാണ്? 1 ആണ്. കാരണം മോഡുലസ് 1 ആയത്. ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നുണ്ടാവും. നമുക്ക് അറിഞ്ഞുകൂടാതെ എവിടെ കിടക്കണേ എന്നുള്ള കാര്യം. സർക്കിളിന് എവിടെയും ഉണ്ടാവും എന്തായാലും. ഇനി ഇമാജിനറി പാർട്ട് അല്ലേ. ഇത് ഐയും ഇത് ഞാൻ -y ആക്കി. അതായത് പിന്നെ ഇഷ്ടംപോലെ പോയിന്റുകളുണ്ട്. തൽക്കാലത്തേക്ക് എനിക്ക് ഇവിടെ ആവശ്യമുള്ളതുണ്ട്. കാരണം നമുക്ക് മോഡുലസ് ഐന്റെ മോഡുലസ് എത്രയാ? 1, മൈനസ് ഐന്റെ മോഡുലസോ 1. അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് സർക്കിളിനെ ടച്ച് ചെയ്തിട്ട് ഉണ്ടാവും. അപ്പൊ അത് രണ്ടും നമ്മൾ വരച്ചു അല്ലെ. ഇനി ഈ പോയിന്റിന് ഞാൻ പി എന്ന് പറയാണ്. സെഡിന്റെ ഈ പോയിന്റ് എന്ന് പറയുന്നത് പി എന്ന് പറയാണ്. അതേപോലെ തന്നെ ഇവിടത്തെ ഈ ഐന്റെ പോയിന്റിനെ എ എന്നും അതേപോലെ മൈനസ് ഐന്റെ പോയിന്റിനെ ബി എന്നും വിളിച്ചേക്കാണ് കേട്ടാ. എങ്കിലേ നമുക്ക് പി എ എന്ന് പറയുന്ന ആള്, ഈ പി എ എന്ന് പറയുന്ന ആള് മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഐ അല്ലേ. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഐ. നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാ? പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? മൈനസ് ചെയ്താൽ എഴുതൂ അല്ലെ. ചുമ്മാ എഴുതിയതാണത്. അതേപോലെ തന്നെ ഈ പി ബി എന്ന് പറയുന്നതും എന്താ വരാൻ പോണേ? സെഡ് പ്ലസ് ഐന്റെ മോഡുലസ് അല്ല, അല്ലെങ്കിൽ സെഡ് മൈനസ് ഐ. അപ്പൊ അത് സെഡ് പ്ലസ് ഐ. ഇങ്ങനെ പി എയും പി ബിയും എന്ന് പറയുന്ന രണ്ടാൾക്കാർ, അതായത് മോഡുലസ് ഓഫ് പി എ എന്ന് പറയുന്നത് നമുക്ക് എന്താന്ന് കിട്ടി? മോഡുലസ് ഓഫ് സെഡ് മൈനസ് ഐനോട് ഈക്വൽ ആണെന്ന് കിട്ടി. അതേപോലെ മോഡുലസ് ഓഫ് പി ബി എന്ന് പറയുന്നത് സിമിലർലി മോഡുലസ് ഓഫ് സെഡ് പ്ലസ് ഐ ആണെന്ന് കിട്ടിയല്ലോ രണ്ട് കാര്യങ്ങൾ. എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഇനി എന്താ നമുക്ക്? അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് ഓഫ്
സെഡ് പ്ലസ് ഐ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് ഐ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. ഇവിടെ നോക്കി ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നുള്ളത് അറിയോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിൽ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട് പഠിച്ചിട്ടുള്ളത്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി അല്ലേ. കാരണം ഇതെന്താ, നമ്മളുടെ ഡയാമീറ്ററിൽ തുടങ്ങി നേരെ സർക്കിൾ മുട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 90 ഡിഗ്രി, ദാറ്റ് ഈസ് π/2. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നോക്കിയേ, എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു തന്നിട്ടുണ്ട് അല്ലെ. എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് 2i ഇൻറ്റു 1 പ്ലസ് 3i നമുക്ക് തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാനല്ലോ പറഞ്ഞിങ്ങനെ. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സ് പ്ലസ് ഐ വൈനെ സംബന്ധിച്ച് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസിന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ ഞാൻ ഫുൾ ആയിട്ട് എല്ലാവർക്കും മോഡുലസിന്റെ സ്ക്വയർ എടുത്തു. അപ്പൊ ഇവിടെയും ഞാൻ മോഡുലസിന്റെ സ്ക്വയർ എടുത്തു. സിമിലർലി ഓരോരുത്തർക്കും സെപ്പറേറ്റ് മോഡുലസിന്റെ സ്ക്വയറുകൾ എടുക്കാം. ജസ്റ്റ് എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മള് സ്ക്വയർ എടുത്ത് എന്താ പ്രത്യേകത? റൂട്ട് പോയി എന്നല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപോലെ റൂട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ഈ സൈഡില് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും, അവിടെ വരുമ്പോ നമുക്ക് എന്തൊക്കെ വരും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 ഇൻറ്റു, അതേപോലെ 2 സ്ക്വയർ 4, 4 പ്ലസ് 1 5 ഇൻറ്റു 9 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി അല്ലെ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 100. ഇത്രേ ഉള്ളൂ പരിപാടി. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, I raised to 23 plus I raised to 24 plus I raised to 25 plus 26 എത്രയാ? സിമ്പിൾ, 0 ആണ്. പറഞ്ഞിട്ടുണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് 0 എഴുതണം. ഇപ്പൊ ഇത് 23, 24, 25, 26 തൊട്ടടുത്തുള്ള 4 എണ്ണം. അപ്പൊ എന്താണ്? അതിന്റെ വാല്യൂ 0 ആയിരിക്കും.